CMRLന്റെ ആദായ നികുതി വിവരം ശേഖരിച്ച് SFIO രംഗത്തെത്തിയിരിക്കുകയാണ്. ധാതുമണൽ കൊള്ളയിൽ KSIDCക്കും പങ്കുണ്ടെന്ന് ഷോൺ ജോർജും ആരോപിച്ചിരിക്കുന്നു. കരിമണൽ സംസ്കരണ കമ്പനിയായ CMRLന്റെ 2010 മുതലുള്ള ആദായ നികുതി രേഖകൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലുള്ള SFIO ശേഖരിച്ചു. കമ്പനിയുടെ ആലുവയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രേഖകളിലെ 14 കോടി രൂപയുടെ കൈമാറ്റം ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെട്ടിട്ടില്ല. ഈ 14 കോടി ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു എന്ന് CMRL വ്യക്തമാക്കേണ്ടി വരും. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും 135 കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന കേസിലാണ് SFIO അന്വേഷണം. ISB രേഖകളുടെ പുറത്തേക്കും SFIO അന്വേഷണം നീളുന്നതിന്റെ സൂചനയാണിതെന്ന് നിയമകേന്ദ്രങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് സ്ഥിരമായി പണം നിക്ഷേപിച്ചിരുന്ന CMRL അടക്കമുള്ള 8 സ്ഥാപനങ്ങളും അന്വേഷണ പരിധിയിലുണ്ട്. ഇവരുടെ മൊഴികളും അന്വേഷണ സംഘം രഹസ്യമായി രേഖപ്പെടുത്തി തുടങ്ങി. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവുകൾ ശേഖരിക്കുന്നത്. ഇതിനിടെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് നടത്തിയ ധാതുമണൽ കൊള്ളയിൽ KSIDCക്കും പങ്കുണ്ടെന്ന ഷോൺ ജോർജ്. തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിന് KMMLന് അനുമതി നൽകിയത് കുറഞ്ഞ വിലയ്ക്കാണ്. ഇതിനായി KSIDC ഇടപെട്ടു. രാജ്യാന്തര തലത്തിൽ 30,600 രൂപ വിലയുള്ളിടത്ത് KMMLന് മണൽ ഖനനത്തിന് 464 രൂപയ്ക്കാണ് അനുമതി നൽകിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. KSIDCയിൽ നിന്ന് 2003, 2014, 2018 വർഷങ്ങളിൽ വിരമിച്ച 3 ഉദ്യോഗസ്ഥർ കൂളിംഗ് പീരീഡ് പാലിക്കാതെ CMRLന്റെ ഡയറക്ടർ പദവിയിൽ ജോലി ചെയ്തത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു.